ഷാംലി ജില്ലയിൽ ജാട്ട് സഭയിൽ പങ്കെടുക്കവെയാണ് അമിത് ഷാ വിവാദ പ്രസംഗം നടത്തിയത്. മുസഫർനഗർ കലാപകാലത്ത് നേരിട്ട അവഗണനയിൽ ജാട്ട് സമുദായക്കാർ സർക്കാരിന് തിരിച്ചടി നൽകണമെന്നും വർഗീയ കലാപത്തിലുണ്ടായ അപമാനത്തിന് പ്രതികാരം ചെയ്യാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണണമെന്നുമായിരുന്നു അമിത് ഷായുടെ പ്രസ്താവന. പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശനിയാഴ്ച പരാതി നൽകി. ബിജ്നോർ ജില്ലാ ഭരണകൂടമാണ് ഷാക്കെതിരെ നടപടിയെടുത്തത്. അതേസമയം കുറ്റവാളിയെന്ന് കണ്ടാൽ ഷാക്കെതിരെ നടപടിയെടുക്കുമെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VA സമ്പത്തും അറിയിച്ചു. സംഭവത്തിന്റെ CD ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും നടപടിയുണ്ടാകുക. We go through the CD ourselves before we initiate any action. CD is being secured. Once the commission gets back, we will view the CD and take further action. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. അമിത് ഷായുടെ വിവാദ പരാമർശത്തിനെതിരെ SP-യും BSP-യും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ കലാപത്തിൽ 60ഓളം പേർ കൊല്ലപ്പെടുകയും 40,000-ഓളം പേർ അഭയാർത്ഥികളാകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.